സോയ ഇഡ്ഡലി, പൊടി ഇഡ്ഡലി, ബട്ടർ തട്ട്, പിന്നെ ദം ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ സോയ ഇഡ്ഡലി തീരുമ്പോഴേ അത് അടിച്ച് തുടങ്ങുള്ളൂ. ചിരട്ട ഇഡ്ഡലി ഉണ്ട്, പക്ഷേ അതൊക്കെ 18-ാം തീയതിക്ക് ശേഷമേ ഉള്ളൂ. കാരണം ഈ ചിരട്ട ഇഡ്ഡലി വെന്ത് വരാൻ ഒരു 25 മിനിറ്റ് സമയം ഈസിലി എടുക്കും. അത് കാരണം നമ്മളൊന്ന് ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം താരമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സുടുസുട് ഇഡലി കഴിക്കാനാണ് ഞങ്ങളും എത്തിയത്. അപ്പം ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടെ ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. ഇഡലിയൊക്കെ വയ്ക്കാൻ പോണതേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത് ടൈം തുടങ്ങുന്നത് ഒരു 7:30 മുതലാണ് ഫുഡൊക്കെ കൊടുത്തു തുടങ്ങുന്നത് കേട്ടോ. അതിന് മുമ്പ് അവരെല്ലാം ഒന്ന് സെറ്റാക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരു 6:45, 7 മണി അടുപ്പിച്ചാവാറായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, 7:30 മുതലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ടെലിവിഷൻ താരവും നമ്മുടെ സിനിമയിലും ഒക്കെ ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വെങ്കിടിയാണ്. ഇവർ 4-5 പേരും കൂടെ ചേർന്നുള്ള സുഹൃത്തുക്കൾ 4-5 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതിപ്പം നമ്മൾ ചെന്ന് അവിടെ നിന്ന് ഓർഡർ കൊടുക്കണം. ഓർഡർ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ സമയത്തിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു സോയ കഴിക്കാം. ഏതൊക്കെ തരം ഇഡ്ഡലി ഉണ്ട്? സോയ ഇഡ്ഡലി, പൊടി ഇഡ്ഡലി, ബട്ടർ തട്ട്, പിന്നെ ദം ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ സോയ ഇഡ്ഡലി തീരുമ്പോഴേ അത് അടിച്ച് തുടങ്ങുള്ളൂ. ചിരട്ട ഇഡ്ഡലി ഉണ്ട്, പക്ഷേ അതൊക്കെ 18-ാം തീയതിക്ക് ശേഷമേ ഉള്ളൂ. കാരണം ഈ ചിരട്ട ഇഡ്ഡലി വെന്ത് വരാൻ ഒരു 25 മിനിറ്റ് സമയം ഈസിലി എടുക്കും. അത് കാരണം നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ 4-5 തരം വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നല്ല രീതിയിൽ നമ്മളോടുള്ള നല്ല സ്നേഹത്തോടുള്ള ഒരു പെരുമാറ്റമായിരുന്നു പറയുന്നത്. അപ്പോൾ ഇനിയും വെറൈറ്റി ആയിട്ട് ചിരട്ട ഇഡ്ഡലിയൊക്കെ വരുമെന്നാണ്. അതിന് 18-ാം തീയതിയോടുകൂടി അതൊക്കെ എത്തുമെന്നാണ് പറയണത്. പിന്നെ ഇതാണ് സോയ ഇഡ്ഡലിയുടെ ഒരു മസാല. ഈ ഒരു മസാലയിലാണ് സോയ ഇഡ്ഡലി തയ്യാറാക്കുന്നത്. അപ്പോഴേക്കും ഒരു 7:30 ആകാറായി. അവരുടെ വിശ്വാസപ്രകാരം വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം അങ്ങനെ എല്ലാം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ കൂടെ ആൾക്കാർ ധാരാളം പേര് വരുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ പേരൊക്കെ എഴുതി വയ്ക്കണമുണ്ടായിരുന്നു. ഒരു സംഭവം തന്നെ കേട്ടോ. ഒരു വെറൈറ്റി ഒരു ഇഡ്ഡലികളുടെ ഒരു ലോകമാണ്. ഇതൊന്നും നമ്മളാരും ഇതുവരെ കഴിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സംഭവമാണ്. വന്നിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വന്ന് നോക്കണം. പിന്നെ അവിടെ ഈ ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കൊടുക്കാനായിട്ട് നല്ല സ്പെഷ്യലായിട്ടുള്ള 2 തരം ചമ്മന്തി ഉണ്ട്, പിന്നെ സാമ്പാറും ഉണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരുന്നതാണ്, സാമ്പാറും ചമ്മന്തിയൊക്കെ. ഈ ഒരു കടയുടെ പേരാണ് ഇതിനെ ഒരുപാട് ഫേമസ് ആക്കിയത്. സുഡ ഇഡലി എന്നാണ് ഈ ഒരു കടയുടെ പേര്. കണ്ടോ, നല്ല ചൂടായിട്ടുള്ള ഇഡലി, നല്ല ആ ഒരു സ്പോട്ടിൽ നമുക്ക് ചൂട് ഇഡലി നമുക്ക് തയ്യാറാക്കി തരുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സംഭവമാണ് നമ്മുടെ മിനി പൊടി ഇഡ്ഡലിയാണ്. ഇനി അവർ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ട് അത് തയ്യാറാക്കും. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റി, കുറച്ചല്ല ധാരാളം വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റി. നമ്മൾ ചെല്ലുമ്പോൾ അധികം ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി അവർ നല്ലപോലെ നമുക്ക് സൗകര്യമൊക്കെ തരുമായിരുന്നു. അപ്പോഴേക്കും ഒന്നും അവർ തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ. വേവുന്നതനുസരിച്ചാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇതാണ് മിനി പൊടി ഇഡ്ഡലി. ഇത് അടിപൊളി സംഭവമാണ്. പക്ഷെ ഇത് കഴിച്ചില്ല. വേറെ 2 ഐറ്റമാണ് ഞാൻ വാങ്ങിയത്. ഇതൊന്ന് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ ഇതിൽ പോകുമ്പോൾ ഇത് വാങ്ങിക്കഴിക്കണം. കുറേ പേരൊക്കെ ഇതൊക്കെ വാങ്ങിക്കഴിക്കാറുണ്ട്. അവരുടെ ഒരു സ്പെഷ്യൽ പൊടിയാണ് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ്. നമ്മൾ വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു പൊടിയാണത്. അതുകൊണ്ട് ഉണ്ടാക്കിയ ഇഡ്ഡലി എല്ലാവരും ഒന്ന് വന്ന് കഴിക്കണം. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഹലോ,
അതെ പറഞ്ഞോളൂ. ഇതിൻ്റെ ശരിക്കുമുള്ള സ്പോട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ടൊരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. ഒരു സുനിൽ വാക്സ് മ്യൂസിയം എന്നാണ് അതിനറിയപ്പെടുന്നത്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. അധിക ദൂരമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും പറ്റും. വന്നിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സംഭവമാണ്. ഓരോ തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലികളൊക്കെ ഇനിയും അവർ പുതുതായിട്ടൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് വന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇഡ്ഡലിയൊക്കെ റെഡിയായി. ഇതാണ് നമ്മുടെ പിന്നെ സോയ ഇഡ്ഡലി തയ്യാറായതനുസരിച്ച് ആദ്യം വന്ന് പേരൊക്കെ എഴുതിയിട്ടവർക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ 2 തരം ചമ്മന്തിയും ഒരു സാമ്പാറും ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഒന്ന് വന്ന് കഴിച്ച് നോക്കൂ. ഒരുപാട് ആൾക്കാർ വന്ന് ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഇഡ്ഡലിക്കട വന്നിട്ട് നമ്മൾ പോയില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമില്ലേ. അപ്പം ഞാനും കുറേ വീഡിയോസൊക്കെ ഒന്ന് കണ്ടപ്പോഴാണ് എനിക്കൊന്ന് പോകണമെന്ന് തോന്നി. കുറച്ച് വീഡിയോയും എടുക്കുകയും ചെയ്യാം, നമുക്കത് കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനും അവിടെ പോയത്. പോയപ്പോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ മെയിൻ ഒരു സംഭവമാണ് കേട്ടോ ഈ ഇഡ്ഡലി ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ബട്ടർ തട്ട് ഇഡ്ഡലി. ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് കഴിച്ച് നോക്കൂ, അടിപൊളിയാണ്. ഇതിൻ്റെ ആ ഒരു പൊടിയും മസാലയാണ് അതിനെ ആ ഒരു രുചി കൂട്ടുന്നത്. പിന്നെ പോരാത്തതിന് അതിനകത്തിൽ ചേർക്കുന്ന ബട്ടറും അടിപൊളി രുചിയാണ്. എനിക്കും മോനും ഒക്കെ ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഞങ്ങളൊരു സോയ ഇഡ്ഡലി മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് സോയ ഇഡ്ഡലി തന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, ഒരു ബട്ടർ തട്ട് ഇഡ്ഡലിയും കൂടി തരുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും സംഭവം അവിടെ വെന്തതുണ്ടായിരുന്നുകൊണ്ട് എനിക്കത് കിട്ടി കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക്. അധികം റേറ്റൊന്നും ഇല്ല, എന്നാലും ആ ഒരു വെറൈറ്റി രുചിയിലുള്ള ഒരു സംഭവം നിങ്ങളെല്ലാവരും വന്നൊന്ന് കഴിക്കണം കേട്ടോ. ഞാൻ ഇപ്പൊ സോയ എടുത്തിട്ടെ. സോയ വേണോ പൊടി വേണോ നിനക്ക്? സോയ മതി. ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ കിട്ടിയ സമയമാകുമ്പോഴത്തേക്കിനും അവിടെ നിറയെ ആളായി കേട്ടോ. ഒരുപാട് ആൾക്കാർ ദൂരെ നിന്നൊക്കെ വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പലരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് വന്ന് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്കുള്ള ഇഡ്ഡലി കിട്ടി. ഇപ്പോൾ സോയ ഇഡ്ഡലി ഞങ്ങൾക്ക് കിട്ടി. ഇനി ബട്ടർ തട്ട് ഇഡ്ഡലിയും കൂടെ നമുക്ക് കിട്ടിയാൽ മതി. അപ്പം ഞങ്ങളും അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. മോന് ഉണ്ടായിരുന്നു, ഞാനും മോനും കൂടെയാണ് പോയത്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും തിരുവനന്തപുരത്ത് വന്നാൽ ഈ ഒരു സുടുസുടു ഇഡ്ഡലി വന്ന് കഴിക്കണം. ആ ഒരു പേരൊരു വെറൈറ്റി പേരല്ലേ, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പം നമ്മുടെ താരമായ നമ്മുടെ വെങ്കിടിയുടെ കടയിൽ സുടുസുടു ഇഡ്ഡലി വന്ന് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം, ഒരിക്കലെങ്കിലും കഴിച്ച് നോക്കണം. എന്താ കണ്ടോ, ആൾക്കാർ ഒരുപാട് പേര് ആ ഒരു നേരമായപ്പോഴേക്കും എത്തി. ഇപ്പോൾ ഒരു 7:45 ആയി. അപ്പോഴേക്കും അവിടെ നിറയെ ആൾക്കാരായി കേട്ടോ. ഇത് ഒരു 7 മണി മുതൽ 10 മണി വരെയാണ് ഈ ഒരു ഇഡ്ഡലി തട്ട്, അതായത് നമ്മുടെ സുടുസുടു ഇഡ്ഡലിയുടെ ഷോപ്പ് തുറന്നിരിക്കുന്നത്. വന്നിട്ടില്ലാത്തവർക്ക് മസ്റ്റായിട്ടും ഒരിക്കൽ വന്ന് ഈ ഒരു ഇഡ്ഡലി കഴിച്ചിരിക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ഇഡ്ഡലികളുടെ ഒരു ലോകമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതിൻ്റെ യഥാർത്ഥ സ്പോട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ കോട്ടയിലാണ്. എല്ലാവരും ഒന്ന് വരിക.